ഹായ് ഓൾ iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം പൊല്യൂഷൻ എന്താണെന്നൊക്കെ അറിയാം അല്ലേ? എന്താണ് പൊല്യൂഷൻ? It is an undesirable change in the physical, chemical, biological characteristics of our air, land and water that will harmfully affect the human life and the desirable species or that may waste or deteriorate our raw material റിസോഴ്സസ്. അപ്പോൾ എന്താണ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അൺഡിസൈറബിൾ ചേഞ്ച്. അതായത് എന്താണ് ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ചേഞ്ച്, നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ചേഞ്ചാണ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത ഒരു ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പൊല്യൂഷൻ. അതതിൻ്റെ ഫിസിക്കലായാലും കെമിക്കലായാലും ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് എയറിൻ്റെ ലാൻഡിൻ്റെ വാട്ടറിൻ്റെ ഇതിൻ്റെ എല്ലാം ഫിസിക്കൽ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ബാധിക്കുന്ന ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള, അതായത് അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചാണ് എന്തെന്ന് പറയുന്നത് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും? ദാറ്റ് വിൽ ഹാംഫുള്ളി അഫക്റ്റ് ദ ഹ്യൂമൻ ലൈഫ്. അത് ഹ്യൂമൻ ലൈഫിനെ ഹാംഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. ആൻഡ് ദ ഡിസൈറബിൾ സ്പീഷീസ് ഓർ ദാറ്റ് മേ വേസ്റ്റ് ഓർ ഡിറ്റീരിയോട്ട് അവർ റോ മെറ്റീരിയൽ റിസോഴ്സസ്. Then pollutants. What are pollutants? Pollutants എന്ന് പറഞ്ഞാൽ എന്താണ്? They are the substance which cause pollution. Pollution cause ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? Pollutants എന്ന് പറയുന്നത്. The substance or factors which affect the normal functioning of human life and domesticated species when introduced in the biosphere are called pollutants. അപ്പോൾ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. The important pollutants, garbages ഉണ്ട്. It includes domestic waste, municipal waste, ഇതൊക്കെ എന്താണ് ഗാർബേജസ് വരുന്നു. Then deposited matters, that is smoke, soot, dust, tar, etc. ഇതൊക്കെയാണ് ഡെപ്പോസിറ്റഡ് മാറ്റേഴ്സ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ്. ദെൻ ഗേഷ്യസ് പൊല്യൂട്ടൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ, ഫ്ലൂറൈഡ്, ക്ലോറിൻ, ഇതൊക്കെ നൈട്രജൻ ഓക്സൈഡ്, മീഥൈൽ, ഐസോസൈനേറ്റ്, ഇതൊക്കെ എന്താണ് ഗേഷ്യസ് പൊല്യൂട്ടൻസ് ആണ്. ദെൻ കെമിക്കൽ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്സ്, ഫോസ്ജിൻസ്, ഡിറ്റർജൻസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കെമിക്കൽ പൊല്യൂട്ടൻസ് ആണ്. പൊല്യൂഷൻ കോസ് ചെയ്യുന്ന കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. ദെൻ മെറ്റൽസ് ആയിട്ടുള്ള ലെഡ്, അയൺ, സിങ്ക്, മെർക്കുറി, ഇതൊക്കെ പൊല്യൂഷൻ കോസിങ് ആണ്. ദെൻ ബയോസൈഡ്സ് മീൻസ് എന്താണ്? പെസ്റ്റിസൈഡ്സിനെയൊക്കെയാണ് നമ്മൾ ബയോസൈഡ്സ് എന്ന് പറയുന്നത്. പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, ഹെർബിസൈഡ്സ്, ഫംജിസൈഡ്സ്, നെമാറ്റോസൈഡ്സ്, റോഡൻറ്റിസൈഡ്സ് എക്സെട്ര, ഇതൊക്കെ എന്താണ്? ബയോസൈഡ്സ് ആണ്. ദെൻ ഫെർട്ടിലൈസേഴ്സ് ആയിട്ടുള്ള യൂറിയ, അമോണിയ, സൾഫേറ്റ്, ഇതൊക്കെ എന്താണ് അടുത്ത ടൈപ്പ് പൊല്യൂട്ടൻസ് ആണ്. ദെൻ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് കോസിങ് പൊല്യൂഷൻ കോസ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ട്. നോയ്സ് പൊല്യൂട്ടൻ്റ് ആണ്. ഹീറ്റ് ഒരു പൊല്യൂട്ടൻ്റ് ആണ്. സീവേജ് പൊല്യൂട്ടൻസ് ആണ്. ദെൻ പ്ലാസ്റ്റിക് ഒരു പൊല്യൂട്ടൻ്റ് ആണ്. ഓയിൽസ്, ഇതൊക്കെ എന്താണ് പൊല്യൂട്ടൻസിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. അപ്പം പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അൺഡിസൈറബിൾ, ദാറ്റ് ഈസ് അൺവാണ്ടഡ് ചേഞ്ചസ് ദാറ്റ് അഫക്ട് ദ ബയോളജിക്കൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എയർ, വാട്ടർ, അതുപോലെ ലാൻഡ്, അങ്ങനെ എന്തിൻ്റെ ആയാലും ഫിസിക്കൽ കെമിക്കൽ ബയോളജിക്കൽ ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ അഫക്റ്റ് ചെയ്യുന്ന അൺവാണ്ടഡ് ചേഞ്ചസിനെയാണ് നമ്മൾ പൊല്യൂഷൻ എന്ന് പറയുന്നത്. പൊല്യൂഷൻ കോസ് ചെയ്യുന്ന ഏജൻസിനെയാണ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻസ് ഉണ്ട്. അത് നമ്മൾ ഏതൊക്കെയാണെന്ന് നോക്കി. ഇനി നമുക്ക് എന്താണ് എക്കോളജിക്കലി പൊല്യൂട്ടൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻ ഗ്രൂപ്പ്സ്. 2 ഗ്രൂപ്പുകളായിട്ട് പൊല്യൂട്ടൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഏതാണ്? നോൺ ഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ് ആൻഡ് ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ്. നോൺ ഡിഗ്രേഡബിൾ മീൻസ് എന്താണ്? നമുക്ക് ഡിഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത പൊല്യൂട്ടൻസ് ആണ്. ബയോഡിഗ്രേഡബിൾ മീൻസ് ഡിഗ്രേഡബിൾ ആയിട്ടുള്ള പൊല്യൂട്ടൻസ്. ഫസ്റ്റ് ഇസ് ദ നോൺ ഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ്. ദ പൊല്യൂട്ടൻസ് വിച്ച് കാനോട്ട് ബി ഡീകമ്പോസ്ഡ് ആർ കോൾഡ്. ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡിഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ ഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. വൺസ് ദേ ഫോൾ ഇൻ ആൻ എൻവയോൺമെൻറ്റ്, ഒരു എൻവയോൺമെൻറ്റിൽ അവർ ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ they remain as such. Hence continuous use of these substances leads to their accumulation in the environment and in the organism through biogeochemicals and food chain. അപ്പോൾ എന്താണ് ഇതെന്ന് പറഞ്ഞാൽ the pollutants which cannot be ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്ത പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ ഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അതൊരിക്കൽ വന്ന് എൻവയോൺമെൻറ്റിൽ വീണ് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിൽ നിലനിൽക്കും. അതിന് ഡിഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ എന്താണ്? ഒരു നോൺ ഡിഗ്രേഡബിൾ ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ആണ്. കാരണം അതൊക്കെ വൺസ് സോയിൽ വന്ന് പതിച്ച് നമുക്ക് അതിനെ ഡിഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല.
ഹെൻസ് കണ്ടിന്യൂസ് യൂസ് ഓഫ് ദീസ് സബ്സ്റ്റൻസസ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സബ്സ്റ്റൻസിൻ്റെ കണ്ടിന്യൂസ് യൂസ് ലീഡ്സ് ടു ദെയർ അക്യുമുലേഷൻ ഇൻ ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ നമ്മുടെ ഡിഗ്രേഡ് ചെയ്യുന്ന ഇപ്പോൾ ഫുഡ് വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് ഡിഗ്രേഡ് ചെയ്യും പൊതുവും. പക്ഷേ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ ആണെങ്കിലും അത് ഡിഗ്രേഡ് ആവത്തില്ല. നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഇങ്ങനെ കൂട്ടിയിട്ട് അത് അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് ഓരോ ഓർഗാനിസത്തിലും അത് എത്തുന്നു. ഇൻ ദ ഓർഗാനിസം ത്രൂ ബയോജിയോ കെമിക്കൽ സൈക്കിൾസ്. നമ്മൾ ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് പഠിച്ചിട്ടുണ്ട്. ബയോജിയോ കെമിക്കൽസ് സൈക്കിൾസ് വഴി പ്ലാന്റ്സ് അബ്സോർബ് അത് എന്താണ് ആനിമൽസിലെത്തുന്നു. ആൻഡ് ഫുഡ് ചെയിൻ വഴി അത് ഫുഡ് വഴിയാണ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസും ട്രാൻസ്ഫർ ചെയ്യുന്നു. ദിസ് അക്യുമുലേഷൻ ഓഫ് പൊല്യൂട്ടൻസ് ഇൻ ദ ഓർഗാനിസം. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന ആ പൊല്യൂട്ടൻസ് ഓർഗാനിസത്തിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് ഓരോ ലെവലിലുള്ള നമ്മൾ ഓരോ ഡിഫറെൻറ്റ് ട്രോപ്പിക് ലെവൽസ് കണ്ടിട്ടുണ്ട്. ആ ഡിഫറെൻറ്റ് ട്രോപ്പിക് ലെവൽസിലേക്ക് ഈ മെറ്റീരിയൽസ് ഫുഡ് ചെയിൻ വഴി പാസ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് കൂടിയ എമൗണ്ട്സിൽ ഓരോന്നിൽ ചെന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ബയോ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നോൺ ഡിഗ്രേഡബിൾ ആയിട്ടുള്ള പൊല്യൂട്ടൻസിന്. അപ്പോൾ പൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു? ഇറ്റ് ഈസ് ദ അൺഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ദ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എയർ, വാട്ടർ, land, etc. അതിനെ നമ്മൾ then the agents that causing pollution are called pollutants. Pollutants are of two types: non-degradable pollutants and biodegradable pollutants. Non-degradable pollutants means they cannot be decomposed, and once they fall in on the environment, they cannot be degraded and they accumulate and they pass through organisms through food chain or biogeochemical cycles, and as a result biomagnification. ദെൻ DDT, മെർക്കുറി, സാൾട്ട്, അലൂമിനിയം ക്യാൻസ്, ഇതൊക്കെ എന്തിനാ ഇങ്ങനെയുള്ള നോൺ ഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഇതിന് എക്സാമ്പിൾ. ദെൻ ബയോഡിഗ്രേഡബിൾ, ഡിഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ദ പൊല്യൂട്ടൻസ് വിച്ച് ക്യാൻ ബി ഡീകമ്പോസ് ബൈ നാച്ചുറൽ പ്രോസസ്സസ് വഴി ഡിഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സീവേജ്, ഹീറ്റ്, നോയ്സ്, എക്സെട്ര ഇതൊക്കെ ബയോഡിഗ്രേഡബിൾ ആണ്. ഓൺ ദ ബേസിസ് ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പൊല്യൂഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ഫോർ കെയർ. അപ്പോൾ എക്കോളജിക്കലി പൊല്യൂട്ടൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു: ഡിഗ്രേഡബിൾ ആൻഡ് നോൺ ഡിഗ്രേഡ്, ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ഡിഗ്രേഡബിൾ. ദെൻ ഓൺ ദ ബേസ് ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ബേസിസിൽ പൊല്യൂട്ടൻസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. കാരണം എന്താണ്? അതിൻ്റെ സോളിഡ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ആണെങ്കിൽ അതിന് സോളിഡ് പൊല്യൂട്ടൻസ്. ദെൻ ലിക്വിഡ് രൂപത്തിലുള്ളതാണ് ലിക്വിഡ് പൊല്യൂട്ടൻസ്, ഗ്യാസ് രൂപത്തിലുള്ളതാണ് ഗ്യാഷ്യസ് പൊല്യൂട്ടൻസ്, ആൻഡ് പൊല്യൂട്ടൻസ് വിത്തൗട്ട് വെയിറ്റ് ഇല്ലാത്ത. അപ്പോൾ സോളിഡ് പൊല്യൂട്ടൻസ്, ലിക്വിഡ് പൊല്യൂട്ടൻസ്, ഗേഷ്യസ് പൊല്യൂട്ടൻസ് ആൻഡ് പൊല്യൂട്ടൻസ് വിത്തൗട്ട് വെയിറ്റ്. അങ്ങനെ 4ആയിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ ബേസിസിൽ പൊല്യൂട്ടൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ കോസസ് ഓഫ് പൊല്യൂഷൻ്റെ കോസസ് പറയുവാണ്. ദ ഫോളോയിങ് ആർ ദ മെയിൻ കോസസ് ഓഫ് പൊല്യൂഷൻ എന്താണ്? മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണ്? ഹ്യൂമൻ ആക്ടിവിറ്റീസ് തന്നെ അല്ലേ? മനുഷ്യന് അവരുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രകൃതിയെ യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നാണ് ഈ പൊല്യൂഷനൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാൻ തുടങ്ങിയത്. The main cause of pollution is man himself. His activities, his civilization, culture, etc. bring about environmental pollution. Hence, pollution is said to be a necessary evil in the present age. അതുകൊണ്ട് എന്താണ് ഈ പൊല്യൂഷന് മെയിൻ കാരണം ആരാണ്? മനുഷ്യൻ തന്നെയാണ്. അവൻ്റെ സംസ്കാരം, അവൻ്റെ കൾച്ചർ, അതൊക്കെ എന്താണ്? ദാറ്റ് ബ്രിങ് അബൌട്ട് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. അതാണ് ഇപ്പോൾ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന്. ഇതുകൊണ്ട് തന്നെ ഇതിനെ നെസസറി ഇവിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യന് എന്തായാലും സിവിലൈസ്ഡ് ആയി. അപ്പോൾ അവർക്ക് ഓരോ കാര്യങ്ങൾ അവരുടെ നീഡ്സും കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നെസസറി ഇവിലാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം മനുഷ്യന് പല കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റത്തില്ല. പലതും നല്ല കാര്യങ്ങൾ, പക്ഷെ അത് പൊല്യൂഷൻ കോസിങ് ആണെങ്കിലും അവരുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള വസ്തുക്കളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ എന്തെന്ന് പറയാം? ഒരു നെസസറി ഇവിലാണ് പൊല്യൂഷൻ ഇപ്പോഴെന്ന് പറയാൻ പറ്റും. ദെൻ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. Southwick stated that population explosion causes pollution. ഹ്യൂമൻ ആക്ടിവിറ്റീസ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ എന്താണ്? പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് പൊല്യൂഷനും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ കൂടും, നീഡ്സ് കൂടും. അപ്പോൾ അതിനനുസരിച്ച് പൊല്യൂഷനും കൂടിക്കൊണ്ടിരിക്കും. സ്റ്റേറ്റഡ് ദാറ്റ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കോസസ് പൊല്യൂഷൻ ബിക്കോസ് മോർ പീപ്പിൾ പ്രൊഡ്യൂസ് മോർ സീവേജ്.
പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ കൂടും, വേസ്റ്റ് മെറ്റീരിയൽസ് കൂടും, മോർ സോളിഡ് വേസ്റ്റുകൾ, ദെൻ മോർ ഫ്യൂവൽ ബീങ് ബേൺഡ്, ഫ്യൂവൽസ് ധാരാളം, ഇപ്പം വാഹനങ്ങളുടെ ആയാലും എണ്ണം കൂടും, അതുപോലെ തന്നെ വിറകായാലും മറ്റ് പെട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഉപയോഗങ്ങൾ കൂടും. മോർ ഫെർട്ടിലൈസേഴ്സ്, കൃഷി ചെയ്യാൻ ഫെർട്ടിലൈസേഴ്സ്, ഇൻസെക്ടിസൈഡ്സ് ബീങ് യൂസ് ടു പ്രൊഡ്യൂസ് മോർ ഫുഡ്. അപ്പം അതിനുവേണ്ടി ഇതെല്ലാം എന്തിലേക്ക് പോകും? പൊല്യൂഷന് കാരണം. അപ്പം പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ഇതൊക്കെ എന്തിൻ്റെ കാരണങ്ങളാണ്? പൊല്യൂഷൻ്റെ കാരണങ്ങൾ. ദെൻ ഇൻഡസ്ട്രീസിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന പുക, ഇതൊക്കെ എന്താണ്? പൊല്യൂഷൻ കോസിങ് ആണ്. അതുപോലെ അവിടെ നിന്ന് വരുന്ന വാട്ടർ എല്ലാം എന്താണ്? പൊല്യൂഷൻ കോസിങ് ആണ്. പേപ്പർ മിൽസ്, ഷുഗർ ഫാക്ടറീസ്, സോപ്പ് ഫാക്ടറീസ്, സിമെൻറ്റ് ഫാക്ടറീസ്, കെമിക്കൽ ഫാക്ടറീസ്, ഫെർട്ടിലൈസർ ഫാക്ടറീസ്, ഓയിൽ പ്ലാന്റ്സ്, rubber factories, blast furnace, distilleries, oil refineries, etc. cause pollution to a great extent. Then automobiles like road vehicles, trains, aircraft, etc. cause air pollution and noise pollution. അപ്പം ഓട്ടോമൊബൈൽസ് എയർ പൊല്യൂഷനും നോയിസ് പൊല്യൂഷനും കോസ് ചെയ്യുന്നു. ദെൻ സ്മോക്ക് arises from the industries and houses. അതപ്പോൾ എന്തിന് കാരണമാവും? എയർ പൊല്യൂഷന് കാരണമാവും. ദെൻ ബയോസൈഡ്സ് നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? ഇൻസെക്ടിസൈഡ്, പെസ്റ്റിസൈഡ്, അതുപോലെ റോഡൻറ്റിസൈഡ്സ് എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്? ബയോസൈഡ്സ് ആണ്. ആൻഡ് അതർ ബയോസൈഡ്സ് കോസ് പൊല്യൂഷൻ. അതെന്തിനെ കോസ് ചെയ്യുന്നു? പൊല്യൂഷനെ കോസ് ചെയ്യുന്നു. ദെൻ ഫെർട്ടിലൈസേഴ്സ് എന്താണ്? ദ സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സ് യൂസ്ഡ് ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ക്രോപ്സ് കോസ് പൊല്യൂഷൻ കോസിങ് ആണ് ഏത്? ആർട്ടിഫിഷ്യലി മെയ്ഡ് ഫെർട്ടിലൈസേഴ്സ്. നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ്, ദാറ്റ് ഇസ് ദ സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സ്, അതെന്തിനെ കോസ് ചെയ്യും? പൊല്യൂഷനെ കോസ് ചെയ്യും. ദെൻ സീവേജ്. It is the liquid pollutant emerging from houses. ഹൗസസിൽ നിന്ന് വരുന്ന ലിക്വിഡ് പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീവേജസ് എന്ന് പറയുന്നത്. ആൻഡ് ഡൊമസ്റ്റിക് സീവേജ് കണ്ടൈൻസ് ലിക്വിഡ് പൊല്യൂട്ടൻസ് ആണ് ഏതെന്ന് പറഞ്ഞാൽ സീവേജ് എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് വരുന്നതായാലും ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്നതായാലും ലിക്വിഡ് രൂപത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽ പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ സീവേജസ് എന്ന് പറയുന്നത്. ദ ഡൊമസ്റ്റിക് സീവേജ് കണ്ടെയ്ൻസ്, ഡൊമസ്റ്റിക് സീവേജിൽ എന്തൊക്കെയുണ്ട്? യൂറിൻ ഉണ്ട്, ഫീക്കൽ മാറ്റേഴ്സ്, കിച്ചൺ വേസ്റ്റ്, ഇതെല്ലാം എന്തായിട്ട് വരും? സീവേജ് ആയിട്ട് വരും. ദെൻ ആറ്റം ബോംബ് എക്സ്പ്ലോഷൻ. ആറ്റം ബോംബ് എമിറ്റ് റേഡിയേഷൻസ് ആൻഡ് എനോർമസ് ഹീറ്റ്. അപ്പോൾ അതും എന്തിലേക്ക് പോകും? പൊല്യൂഷന് കാരണമാകും. ദെൻ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. Pollution is classified on the following types, that is air pollution, water pollution, noise pollution, thermal pollution, land pollution and marine pollution. ഫസ്റ്റ് എന്താണ്? എയർ പൊല്യൂഷൻ. അപ്പോൾ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എയർ, വാട്ടർ, ലാൻഡ് എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എയർ പൊല്യൂഷൻ ആണ്. അപ്പോൾ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എയർ. എയറിൻ്റെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ പ്രോപ്പർട്ടീസിലുണ്ടാകുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ എയർ പൊല്യൂട്ടൻസ് എന്താണ്? പൊല്യൂട്ടൻസ് വിച്ച് കോസ് the common air pollutants are the following. എയർ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ ഏജൻസ് ദാറ്റ് കോസിങ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന ഏജൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ഡസ്റ്റ് ഉണ്ട്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഉണ്ട്, സ്മോക്ക് ഉണ്ട്, ക്ലോറിൻസ്, കാർബൺ മോണോക്സൈഡ്, ഫോസ്ജീന്, അമോണിയ, ആസിൻ, സൾഫർ ഡയോക്സൈഡ്, ആൽഡിഹൈഡ്, ഓസോൺ, ഹൈഡ്രജൻ സൾഫൈഡ്, ഇതൊക്കെ എന്താണ്? എയർ പൊല്യൂഷൻ കോസിങ് ഫാക്ടേഴ്സ് ആണ്. ദെൻ നൈട്രജൻ ഡയോക്സൈഡ്, അയണൈസിങ് റേഡിയേഷൻ, ഹൈഡ്രജൻ സയനൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഇതൊക്കെ എന്താണ്? എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അങ്ങനെയുള്ള എയർ പൊല്യൂട്ടൻസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: പ്രൈമറി എയർ പൊല്യൂട്ടൻസ് ആൻഡ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ്. അപ്പോൾ എന്താണ് പൊല്യൂഷൻ? എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് അൺഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ദ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എയർ, വാട്ടർ, സോയിൽ, മറൈൻ ഹാബിറ്റ് എക്സെട്ര. അതിനെ നമ്മൾ എന്തെന്ന് പറയും? പൊല്യൂഷൻ എന്ന് പറയും. ദ സബ്സ്റ്റൻസ് ദാറ്റ് കോസിങ് പൊല്യൂഷൻ ഇസ് കോൾഡ് pollutant. Pollutants are of two types. Ecologically they are classified into degradable pollutants and non-degradable, biodegradable and non-degradable pollutants. And then what is air pollution? Air pollution means the pollution which makes undesirable changes in the physical, chemical and biological properties of air. It is the air pollution. And the substance അല്ലെങ്കിൽ factors or agents that causing air pollution is known as air pollutants. അങ്ങനെയുള്ള എയർ പൊല്യൂട്ടൻസിനെ നമുക്ക് പ്രൈമറി എയർ പൊല്യൂട്ടൻസ് എന്നും സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് എന്നും രണ്ടായിട്ട് തിരിക്കാം.
എന്താണ് പ്രൈമറി എയർ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ? ദ പൊല്യൂട്ടൻസ് ഡയറക്ട്ലി എമിറ്റഡ് ഇൻ ടു ദ എയർ. എയറിലേക്ക് ഡയറക്റ്റായിട്ട് എമിറ്റ് ചെയ്യുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈമറി എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹൈഡ്രോ കാർബൺസ് ഉണ്ട്, ക്രോമിയം ഉണ്ട്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, lead, CO means carbon monoxide, then aerosol, suspended particulate matters. ഇത്ര എന്താണ്? പ്രൈമറി എയർ ഹൈഡ്രോ കാർബൺ, ക്രോമിയം, sulfur dioxide, nitrogen oxide, lead, carbon monoxide, aerosol and suspended particulate matter. Then first is the hydrocarbon. Hydrocarbon is an atmospheric pollutant. Naphthalene is a typical hydrocarbon. Hydrocarbon എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു atmospheric pollutant ആണ് hydrocarbon എന്ന് പറയുന്നത്. അതിൽ നാഫ്തലീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു typical ആയിട്ടുള്ള hydrocarbon ആണ്. It has fused aromatic ring. അതിൻ്റെ സ്ട്രക്ചർ പറയുവാണ്. അപ്പോൾ എന്താണ്? ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞ ഒരു എയർ പൊല്യൂട്ടൻ്റ് ആണ്. ഹൈഡ്രോകാർബൺ നാഫ്തലീൻ എന്ന് പറയുന്ന ഒരു ഹൈഡ്രോ കാർബൺ ആണ്, ഒരു ടിപ്പിക്കൽ ഹൈഡ്രോ കാർബൺ ആണ്. അതിനൊരു ഫ്യൂസ്ഡ് അരോമാറ്റിക് റിങ്സ് ആണുള്ളത്. ഇറ്റ് ഈസ് എ പർട്ടിക്കുലേറ്റ് മാറ്റർ സസ്പെൻഡഡ് ഇൻ എയർ. എയറിൽ സസ്പെൻഡ് ചെയ്തേക്കുന്ന ഒരു പർട്ടിക്കുലേറ്റ് മാറ്റർ ആണ് എന്തെന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ആൻ ഓർഗാനിക് പൊല്യൂട്ടൻ. ഇതെന്താണ്? ഒരു ഓർഗാനിക് പൊല്യൂട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് കാർബൺ കണ്ടെയ്നിങ് ഫ്യൂവൽ സച്ച് ആസ് വുഡ്, കോൾ, ഡീസൽ. അപ്പോൾ എങ്ങനെ ഫോം ചെയ്യുന്നു ഈ ഹൈഡ്രോ കാർബൺ? ഇറ്റ് ഈസ് ദ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് carbon containing fuel such as wood, coal, diesel. വുഡും കോളും ഡീസലിൻ്റെ ഒക്കെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ കൊണ്ട്, മുഴുവനായിട്ട് കത്തിത്തീരാത്ത ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കമ്പഷൻ മൂലം ഉണ്ടാവുന്ന സബ്സ്റ്റൻസ് ആണ് ഏതെന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എമിറ്റഡ് ബൈ ദ ഫോസിൽ ഫ്യൂവൽ ബേണിംഗ് എൻജിൻസ്. ഫോസിൽ ഫ്യൂവൽ ബേണിംഗ് എൻജിൻസ് ആണ് ഇതിനെ എമിറ്റ് ചെയ്യുന്നത്. സിഗരറ്റ് സ്മോക്ക് കണ്ടെയ്ൻസ് ഹൈഡ്രോ കാർബൺ. സിഗരറ്റ് സ്മോക്കിൽ എന്തുണ്ട്? ഹൈഡ്രോ കാർബൺസ് ഉണ്ട്. അപ്പോൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞ ഒരു എയർ പൊല്യൂട്ടൻ്റ് ആണ്. നാഫ്തലീൻ അതിന് ഒരു ടിപ്പിക്കൽ ഹൈഡ്രോ കാർബൺ എക്സാമ്പിൾ ആണ് നാഫ്തലീൻ. അതിന് ഫ്യൂസ്ഡ് ആയിട്ടുള്ള അരോമാറ്റിക് റിങ്സ് ഉണ്ട്. അതിനകത്ത് പർട്ടിക്കുലേറ്റ് മാറ്റർ സസ്പെൻഡഡ് ഇൻ എയർ. ഇറ്റ് ഈസ് ആൻ ഓർഗാനിക് പൊല്യൂട്ടൻ്റ്, ഒരു ഓർഗാനിക് പൊല്യൂട്ടൻ്റ് ആണ്. Then it is formed by the incomplete combustion of carbon containing fuels. Carbon containing fuels ആയിട്ടുള്ള വുഡ്, കോൾ, ഡീസൽ അതിൻ്റെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ മൂലമാണ് അത് ഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് എമിറ്റഡ് ബൈ ദ ഫോസിൽ ഫ്യൂവൽ ബേണിംഗ് എൻജിൻസ് ആൻഡ് സിഗരറ്റ് സ്മോക്ക് കണ്ടെയ്ൻ ഹൈഡ്രോ കാർബൺസ്. ദെൻ ഇമ്പാക്ട്സ് ഓഫ് ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസിൻ്റെ ഇമ്പാക്റ്റുകൾ എന്താണെന്ന് നോക്കാം. ഹൈലി കാർസിനോജനിക്. കാർസിനോജനിക് ആണ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ഇതാണ് ഇതെന്ന് പറഞ്ഞാൽ. കാർസിനോജനിക് ആണ്, ലങ് ക്യാൻസർ കോസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് മ്യൂട്ടാജനിക്, കോസസ് മ്യൂട്ടേഷൻ ഇൻ ജീൻസ്. കാരണം എന്താണ്? കാർസിനോജനിക് ആണ്, അതുകൊണ്ട് തന്നെ ക്യാൻസർ കോസിങ് ആണ്. ദെൻ ലങ് ക്യാൻസർ ഒക്കെ കോസ് ചെയ്യാറുണ്ട്. ദെൻ എന്താണ്? മ്യൂട്ടാജനിക് ആണ്. മ്യൂട്ടാജനിക് മീൻസ് മ്യൂട്ടേഷൻ കോസിങ് ആണ്. മ്യൂട്ടേഷൻ മീൻസ് സഡൻ ഇൻഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദ ജീൻസിലുണ്ടാകുന്ന സഡൻ ഇൻഹെറിറ്റബിൾ ചേഞ്ചസിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മ്യൂട്ടേഷൻ, ജീൻസിൽ മ്യൂട്ടേഷൻ പെട്ടെന്നുള്ള ചേഞ്ചസ് ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് ഏത്? ഹൈഡ്രോ കാർബൺ. അപ്പോൾ കാർസിനോജനിക് ആണ്, ലങ് ക്യാൻസർ കോസ് ചെയ്യുന്നവരാണ്, അതുപോലെ തന്നെ മ്യൂട്ടാജനിക്കുമാണ്. ഇറ്റ് ഈസ് ദ ടെറാറ്റോജനിക്. അതുപോലെ തന്നെ ഇതെന്താണ്? കാർസിനോജനിക് ആണ്, മ്യൂട്ടാജനിക് ആണ്, അതുപോലെ തന്നെ ടെറാട്ടോജനിക് ആണ്. എന്താണ് ടെറാട്ടോജനിക് എന്ന് വെച്ചാൽ? ഇറ്റ് കോസസ് അബ്നോർമൽ ഡെവലപ്മെൻറ്റ്. നോർമൽ ഡെവലപ്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കോസിങ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഏത്? ടെറാട്ടോജൻസ് എന്ന് പറഞ്ഞാൽ. ലോവർ IQ ഇൻ ചിൽഡ്രൻസിൻ്റെ IQ ലെവൽ കുറയ്ക്കുന്നു. ദെൻ ചൈൽഡ്ഹുഡ് ആസ്മ. ഈ ചൈൽഡ്ഹുഡ് ആസ്മയൊക്കെ കോസ് ചെയ്യാൻ കാരണം പ്രിമച്വർ ഡെലിവറി. ദെൻ ഹേർട്ട് മാൽഫോർമേഷൻ. ഇതിനൊക്കെ ആര് കാരണമാവുന്നു? ഈ ഹൈഡ്രോ കാർബൺസ് കാരണമാവുന്നു. അപ്പോൾ ഹൈഡ്രോ കാർബൺസ് എന്ന ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്, പക്ഷേ എന്താണ്? കാർസിനോജനിക് ആണ്, ലങ് ക്യാൻസർ കോസിങ് ആണ്, ടെറാട്ടോജനിക് ആണ്, മ്യൂട്ടാജനിക് ആണ്, കുട്ടികളിൽ ആസ്മ, അതുപോലെ IQ ലെവല് കുറയ്ക്കുന്നു, ഹാർട്ട് മാൽഫോർമേഷൻസിന് കാരണമാകുന്നു, അതുപോലെ തന്നെ പ്രിമച്വർ ഡെലിവറിക്കൊക്കെ ഈ ഹൈഡ്രോ കാർബൺസ് കാരണമാകും. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രൈമറി പൊല്യൂട്ടൻ്റായിട്ട് എയർ പൊല്യൂട്ടൻ്റായിട്ട് നമ്മൾ പഠിച്ചത്. ദെൻ ക്രോമിയം. ക്രോമിയം ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ക്രോമിയം എന്തിൻ്റെ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നു? സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നു. ഇങ്ക്, പെയിൻറ്റ്, പ്ലാസ്റ്റിക്, ഡൈസ് ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ക്രോമിയം യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ വുഡ് പ്രിസർവേഷൻ, ലെതർ ടാനിങ്, ആൻറ്റി കൊറോഷൻ കോട്ടിംഗ് എക്സെട്ര. ഇറ്റ് ഈസ് ആഡഡ് ആസ് ആൻറ്റി കൊറോസീവ് ഏജൻറ്റ്സ് ടു പെയിൻറ്റ്സ്, primers and other surface coatings. It is used for
chromium plating in vessels, and it is also formed in hot work such as welding, melting, etc. ഇതിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ക്രോമിയം യൂസ്. അപ്പോൾ ക്രോമിയം എന്താണ്? ഒരു പ്രൈമറി എയർ പൊല്യൂട്ടൻ്റ് ആണ്. അതിൻ്റെ ഇൽ എഫക്ട്സ് എന്തൊക്കെയാണ്? അതും എന്താണ്? കാർസിനോജൻ ആണ്. ഓൺ ഇൻഹലേഷൻ, അത് നമ്മൾ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? കാർസിനോജനിക്കാണ്. ആര്? ക്രോമിയം. അപ്പം നമ്മൾ പറഞ്ഞ ഹൈഡ്രോ കാർബണും കാർസിനോജനിക്കാണ്. ദെൻ ക്രോമിയം എന്ന് പറഞ്ഞാലും കാർസിനോജനിക്കാണ്. നമ്മളത് മണപ്പിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ കോസിങ് ആയിട്ട് ഇൻക്രീസസ് ലങ് ക്യാൻസറിന് കാരണമാവുന്നു. ഡെർമറ്റൈറ്റിസ്, ദാറ്റ് ഈസ് സ്കിൻ ഡിസീസസിന് കാരണമാവുന്നു. അൾസർ ഇൻ ദ സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും അൾസർ ഉണ്ടാവാനും എന്ത് കാരണമാവുന്നു? ക്രോമിയം കാരണമാണ്. അപ്പോൾ ക്രോമിയം എന്ന് പറഞ്ഞാൽ കാർസിനോജനാണ്, ലങ് ക്യാൻസർ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡെർമറ്റൈറ്റിസ് സ്കിൻ ഡിസീസ് കോസിങ് ആണ്. അതുപോലെ സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും ഒക്കെ അൾസർ കോസിങ്ങുമാണ് ഏതെന്ന് പറയുന്നത്? ക്രോമിയം എന്ന് പറയുന്നത്. ദെൻ ലെഡ് ഈസ് എ മെറ്റൽ. ലെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റലാണ്. ഇറ്റ് ഈസ് ആൻ എയർ പൊല്യൂട്ടൻ്റ്. അതെന്താണ്? എയർ പൊല്യൂട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് എ പർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻ്റ്. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് എമിറ്റഡ് ബൈ ലെഡ് ഇൻഡസ്ട്രീസ് ആൻഡ് എയർക്രാഫ്റ്റ്. അതെവിടെ നിന്നാണ്? ലെഡ് ഇൻഡസ്ട്രീസിൽ നിന്നും എയർക്രാഫ്റ്റിൽ നിന്നും ഒക്കെ എമിറ്റ് ചെയ്യുന്നതാണ്. ദെൻ ഫോർമർലി മോട്ടോർ വെഹിക്കിൾസ് വെർ ദ മേജർ കോൺട്രിബ്യൂട്ടർ ഓഫ് ലെഡ് ഇൻ ദ എയർ, ബട്ട് നൗ 98% ഓഫ് എമ്യൂഷൻ ഈസ് റെഡ്യൂസ്ഡ് ഫ്രം റോഡ് വെഹിക്കിൾസ്. ലെഡ് എൻറ്റേഴ്സ് ദ ബോഡി ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ്. കണ്ടാമിനേറ്റഡ് വാട്ടറിൽ നിന്നും ഫുഡിൽ നിന്നുമാണ് ലെഡ് ബോഡിയിൽ എൻ്റർ ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള പൊല്യൂട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ലെഡ് ഇൻഡസ്ട്രീസിനും എയർക്രാഫ്റ്റിൽ നിന്നും ഒക്കെയാണ് അതിനെ എമിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? കണ്ടാമിനേറ്റഡ് വാട്ടർ, ഫുഡ് വഴിയാണ് നമ്മുടെ ബോഡിയിൽ അത് എൻ്റർ ചെയ്യുന്നത്. ദെൻ ഇൽ എഫക്ട്സ് എന്താണ്? ഇറ്റ് അഫക്ട്സ് കിഡ്നി. അതെവിടെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നു? കിഡ്നി അഫക്റ്റ് ചെയ്യുന്നു, ലിവറിനെ അഫക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ IQ ലോവർ ചെയ്യുന്നു, ചിൽഡ്രൻസിന് മെമ്മറി പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, ഹാർട്ട് ഡിസീസ് ഇതൊക്കെ കാരണമാകുന്നു. ലെഡ് എന്ന് പറയുന്നത്. ദെൻ കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ഇസ് എ കളർലെസ് ഓർഡർലെസ് ഗ്യാസ്. കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ആണ് ഏത്? കാർബൺ മോണോക്സൈഡ്. ഒരു എയർ പൊല്യൂട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് എമിറ്റഡ് ഫ്രം ദ കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ആൻഡ് വുഡ്. ഫോസിൽ ഫ്യൂവൽസിൻ്റെയും വുഡിൻ്റെയും കമ്പഷൻ വഴിയാണ് ഇത് പുറത്തു വരുന്നത്. ഓട്ടോമൊബൈൽസ് ആർ ദ മേജർ എമിറ്റേഴ്സ് ഓഫ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിൻ്റെ മേജർ എമിറ്റേഴ്സ് ആണ് ഏതെന്ന് പറഞ്ഞാൽ? ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞാൽ. ദെൻ ഇൻഡസ്ട്രീസ് ഓൾസോ പ്രൊഡ്യൂസ് കാർബൺ മോണോക്സൈഡ്. ഇൻഡസ്ട്രീസിൽ നിന്ന് എന്ത് വരുന്നു? കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ഇഫക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് അഫക്ട് ദ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ ബ്ലഡിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റിയെ റെഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കാർബൺ മോണോക്സൈഡ്. കാരണം എന്താണ്? ഇതിനോട് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി, ബ്ലഡിൻ്റെ ഓക്സിജന് ഈ കാർബൺ മോണോക്സൈഡിന് ബ്ലഡ് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് കാർബൺ മോണോക്സൈഡ് ഉണ്ടെങ്കിൽ അതിനെപ്പോഴും അതിനോടൊരു അഫിനിറ്റി കാണും. അതപ്പോൾ അതിനോട് ചേർന്നാണ്. അപ്പോൾ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി അങ്ങനെ ബ്ലഡിൻ്റെ റെഡ്യൂസ് ചെയ്യും. വെൻ ഇറ്റ് ഈസ് പ്രസൻറ്റ്, റെഡ്യൂസ്ഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഈസ് സപ്ലൈ ടു ബ്രെയിൻ. അപ്പോൾ കാർബൺ മോണോക്സൈഡ് പ്രസൻ്റ് ആണെങ്കിൽ ബ്രെയിനിലോട്ട് സപ്ലൈ ചെയ്യുന്ന ഓക്സിജൻ്റെ എമൗണ്ട് കുറവായിരിക്കും. അതുപോലെ ഹാർട്ടിലും മറ്റ് ടിഷ്യൂസിലോട്ടും, ബ്രെയിനിലോട്ടും ഹാർട്ടിലും മറ്റ് ടിഷ്യൂസിലോട്ടൊക്കെ ക്യാരി ചെയ്യുന്ന ഓക്സിജൻ്റെ എമൗണ്ട് കുറവായിരിക്കും. ആരുണ്ടെങ്കിൽ? കാർബൺ മോണോക്സൈഡ്. നമ്മൾ കാർബമിനോ ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ടാണ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഈ ഹീമോഗ്ലോബിന് കാർബൺ മോണോക്സൈഡ് പ്രസൻ്റ് ആണ്. ഹീമോഗ്ലോബിൻ എപ്പോഴും അതിനോട് അങ്ങനെ അഫിനിറ്റി കൂടുതൽ. അപ്പോൾ കാർബൺ മോണോക്സൈഡ് പ്രസൻ്റ് ആണ്, അത് അതിനോട് ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിനൊക്കെ ഫോം ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി, ബ്ലഡിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. അതനുസരിച്ച് ബ്രെയിനിലേക്കും ഹാർട്ടിലേക്കും മറ്റ് ടിഷ്യൂസിലേക്കും ഉള്ള ബ്ലഡ് സപ്ലൈ കുറയും. ചെസ്റ്റ് പെയിന് കാരണമാവും. ദെൻ ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ കോസസ് ഡെത്തിലേക്കും നയിക്കും. അതിൻ്റെ കൂടുതൽ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അത് ഡെത്തിലേക്കും നയിക്കും. ദെൻ സൾഫർ ഡയോക്സൈഡ് ഒരു ഗേഷ്യസ് പൊല്യൂട്ടൻ്റ് ആണ്, എയർ പൊല്യൂട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻ്റ് ആണ്. ഫോസിൽ ഫ്യൂവൽ കമ്പഷൻ ഈസ് ദ മേജർ സോഴ്സ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് കത്തുന്ന അനുസരിച്ചാണ് ഈ സൾഫർ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എമിറ്റഡ് ബൈ ഇൻഡസ്ട്രി, ഷിപ്പ് എക്സെട്ര. ഷിപ്പിൽ നിന്നും ഇൻഡസ്ട്രീസിനും ഒക്കെ എന്ത് എമിറ്റ് ചെയ്യുന്നുണ്ട്? സൾഫർ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യുന്നുണ്ട്.
ഇൽ എഫക്ട്സ് എന്തൊക്കെയാണ്? റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ട്, ബ്രോങ്കോ കൺസ്ട്രിക്ഷൻസ് ഉണ്ട്, ആസ്മ, അതുപോലെ തന്നെ ഇറ്റ് ഡിസോൾവ്സ് ഇൻ റെയിൻ വാട്ടർ ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ആസിഡ് റെയിൻസ്. അപ്പോൾ സൾഫർ ഡയോക്സൈഡ് റെയിൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് ആസിഡ് റെയിൻ ഒക്കെ കാരണമായിട്ട് മാറാറുണ്ട്. ആസിഡ് റെയിൻ ഡാമേജസ് ദി എക്കോസിസ്റ്റം. ആസിഡ് റെയിൻ എന്തിനെ ഡാമേജ് ചെയ്യുന്നു? നമ്മുടെ ഇക്കോസിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യാൻ കാരണമാകും. ദെൻ നൈട്രജൻ ഓക്സൈഡ്. നൈട്രജൻ ഓക്സൈഡ് എന്താണ്? ഒരു ഗ്യാസ് ആണ്, അതുപോലെ തന്നെ എയർ പൊല്യൂട്ടൻ്റ് ആണ്, പാർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ എമിഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഓട്ടോമൊബൈൽസിൻ്റെയും ഇൻഡസ്ട്രീസിൻ്റെയും ഒക്കെ എമിഷൻസിലാണ് എന്ത് കാണപ്പെടുന്നത്? ഈ നൈട്രജൻ ഓക്സൈഡ് കാണപ്പെടുന്നത്. അതിൻ്റെ ഇൽ എഫക്ട്സ് എന്താണ്? റെസ്പിറേറ്ററി പ്രോബ്ലംസ് കോസ് ചെയ്യുന്നു, ആസ്മ കോസ് ചെയ്യുന്നു, ബ്രോങ്കൈറ്റിസ് കോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറ്റ് റിയാക്ട്സ് വിത്ത് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ഓസോൺ അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിൽ എന്തിനെ ഫോം ചെയ്യുന്നു? ഓസോണിനെ ഫോം ചെയ്യുന്നു. അതായത് നൈട്രജൻ ഓക്സൈഡ്സ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സുമായിട്ട് ചേർന്നിട്ട് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഈ നൈട്രജൻ ഓക്സൈഡ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സുമായിട്ട് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്തിനെ ഫോം ചെയ്യും? ഓസോൺ. ഗ്രൗണ്ട് ലെവലിൽ ഓസോണിനെ ഫോം ചെയ്യും. അപ്പോൾ ഓസോൺ എന്ന് നമുക്കറിയാം, നമ്മൾ പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് ഓസോൺ എന്ന് പറഞ്ഞാൽ. പക്ഷേ അത് ഗ്രൗണ്ട് ലെവലിലാകുമ്പോൾ ഓസോൺ പാളിയിലുള്ള അതാണെങ്കിൽ കുഴപ്പമില്ല, അതൊരു പ്രൊട്ടക്ഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഗ്രൗണ്ട് ലെവലിലാണ് ഓസോൺ എന്നെങ്കിൽ അത് ടോക്സിക് ആയിട്ടാണ് ഭവിക്കുന്നത്. അപ്പോൾ ഈ നൈട്രജൻ ഓക്സൈഡ് എന്താണ്? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സുമായിട്ട് ചേർന്നിട്ട് എന്തിനെ ഫോം ചെയ്യും? ഓസോണിനെ. ഗ്രൗണ്ട് ലെവലിൽ ഓസോണിനെ ഫോം ചെയ്യും. സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ ആണ്. സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ, ദാറ്റ് ഈസ് SPA, is a complex mixture of extremely small particles and liquid droplets suspended in the air. It is composed of acids, organic chemicals, metals and soil or dust particles. They are air pollutants. The particulate size is 10 micrometers or smaller. 10 micrometers അല്ലെങ്കിൽ അതിലും സ്മോളർ ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻസ് ആണ് ഇത് സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ദീസ് പാർട്ടിക്കിൾസ് ആർ ഇൻഹേലബിൾ, coarse particles or fine particles. Inhalable ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. The inhalable coarse particles are larger than 2.5 micrometers and smaller than 10 മൈക്രോമീറ്റേഴ്സ്. അപ്പം നമുക്ക് ഇൻഹെയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 10 മൈക്രോമീറ്ററിനും 2.5 മൈക്രോമീറ്ററിനും ഇടയിലായിരിക്കും. 2 മൈക്രോമീറ്ററിനെക്കാട്ടി കൂടുതലും 10 മൈക്രോമീറ്ററിനെക്കാട്ടി കുറവുമായിരിക്കും. ഫൈൻ പാർട്ടിക്കിൾസ്, ഏറ്റവും ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ 2.5 മൈക്രോമീറ്റേഴ്സിനെക്കാട്ടി കുറവ്. നമുക്ക് ഇൻഹേലബിൾ ആയിട്ടുള്ളത് എവിടെയാണ്? 2.5നും 10 മൈക്രോമീറ്ററിനും ഇടയ്ക്കായിരിക്കും. പക്ഷെ അതിലും സ്മോളർ ആയിരിക്കും ഏതെന്ന് പറയുന്നത്? The particles are smaller, the fine particles എന്ന് പറയുന്നത് smaller than 2.5 മൈക്രോമീറ്റേഴ്സ് ആയിരിക്കും. Then they are found in smoke. അവർ എവിടെ കാണുന്നു? സ്മോക്കിലൊക്കെ കാണുന്നു. They are emitted from forest ഫയറിൽ നിന്ന്, അതുപോലെ പവർ പ്ലാന്റ്സ്, ഇൻഡസ്ട്രീസ്, ഓട്ടോമൊബൈൽസിൽ നിന്നൊക്കെയാണ് ഇതിനെ എമിറ്റ് ചെയ്യുന്നത്. Then next ആണ് എയ്റോസോൾ. എയ്റോസോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ സസ്പെൻഷൻ ഓഫ് ഫൈൻ സോളിഡ് പാർട്ടിക്കിൾസ് ഓർ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഇൻ എ ഗ്യാസ്. ഗ്യാസിൽ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സിൻ്റെ സസ്പെൻഷൻ അല്ലെങ്കിൽ ഗ്യാസിലുള്ള സോളിഡ് പാർട്ടിക്കിൾസിൻ്റെ സസ്പെൻഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എയ്റോസോൾ എന്ന് പറയുന്നത്. ദെൻ ക്ലൗഡ്, സ്മോക്ക് ആൻഡ് സ്മോഗ് ആർ എക്സാമ്പിൾസ് ഓഫ് എയ്റോസോൾ. എയ്റോസോളിൻ്റെ എക്സാമ്പിൾസ് എന്താണ്? ക്ലൗഡ്, സ്മോക്ക്, സ്മോഗ്. അപ്പോൾ സോളിഡ് പാർട്ടിക്കിൾസ് ഇൻ ഗ്യാസ് ആയാലും ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഇൻ ഗ്യാസ് ആയാലും എന്താണ്? എയ്റോസോളാണ്. അതിന് എക്സാമ്പിൾസ് ആണ് ക്ലൗഡ്, സ്മോക്ക്, സ്മോഗ് എന്നൊക്കെ പറയുന്നത്. The aerosol contains a mixture of dust, smoke, sea salt, water droplets, pollen, spores, bacteria, smoke, ashes, etc. The sulfate aerosols from fossil fuel combustion have a cooling effect on thus counteracting global. The sulfate aerosols from fossil fuels നിന്ന് ലഭിക്കുന്ന സൾഫേറ്റ് എയറോസോൾ എന്താ ഒരു കൂളിംഗ് എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്തിലാണ്? അത് ഗ്ലോബൽ വാർമിങ്ങിനെ ഒന്ന് കുറയ്ക്കാൻ സഹായിക്കും. ഇറ്റ് റെഡ്യൂസസ് റെയിൻഫോൾ. അതുപോലെ തന്നെ റെയിൻഫോളിനെ റെഡ്യൂസ് ചെയ്യാനും ആര് സഹായിക്കുന്നു? റെഡ്യൂസസ് റെയിൻഫോളിൻ്റെ ഇത് കുറയ്ക്കുന്നതും ആരാണ്? എയറോസോള് കുറയ്ക്കാനും കാരണമാകുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് എയർ പൊല്യൂഷൻ എന്താണായിരുന്നു? എയർ പൊല്യൂഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ അൺഡിസൈറബിൾ ഓർ അൺവാണ്ടഡ് ചേഞ്ചസ് ഇൻ ദ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ properties of air. The substance which causing air pollution
pollution are called air pollutants. Air pollutants are of two types, that is the primary air pollutants and secondary air pollutants. അത് primary air pollutants-ന്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് secondary air pollutants-ന്റെ കാര്യം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.